2018 രാഹുൽ ഗാന്ധിയെ പറ്റി ആലോചിക്കുക. അന്ന് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും ഇവിടെ ഭരണപക്ഷം BJP അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു, പപ്പു എന്ന് വിളിച്ചുകൊണ്ട്. 2018 രാഹുൽ ഗാന്ധി പറഞ്ഞു, വി ഹാവ് എ വീക്കർ PM. നമുക്ക് ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാണ്. അത് ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? ഇതേ H1B വിസയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ ഇന്ത്യൻ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ആ സമയം അതാണെന്ന് കൂടി ആലോചിക്കണം. 2019 ലോക്സഭാ ഇലക്ഷന് മുമ്പ് അഹമ്മദാബാദിൽ ട്രംപ് വന്ന് നമസ്തേ ട്രംപ് നടത്തിയ സമയത്താണ്, അവിടെ പോയി ഹൗഡി മോഡി നടത്തുന്ന സമയത്താണ് H1B വിസയെക്കുറിച്ച് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. ഇന്നത് 2025 സംഭവിക്കുന്നു, 7 വർഷത്തിന് ശേഷം. വളരെ എന്താണ് ദൂരക്കാഴ്ചയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അത് തെളിയിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ എക്കണോമിയുടെ താല്പര്യം പോലും തൻ്റെ ഹാക്ക് ഡിപ്ലോമസി ഉണ്ട്. ആളുകളെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും മോദിജി ആലിംഗനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി പ്രകടിപ്പിക്കുക. അതുകൊണ്ട് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇന്ത്യ എന്ന ഒരു ബ്രാൻഡിനെ ലോകത്ത് മുഴുവൻ സെല്ല് ചെയ്യാനാണ് അദ്ദേഹം പോകുന്നത് എന്നാണ്. അങ്ങനെ സെല്ല് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലേക്കാണ് ഈ വിദേശ യാത്രകൾ കൊണ്ടുണ്ടാകുന്നതെന്ന് വരുമ്പോൾ ഇന്ത്യൻ ഡിപ്ലോമസിക്ക് എന്ത് സംഭവിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ രാഹുൽ ഗാന്ധിയെ പോലെ നമ്മളും ചോദിക്കേണ്ടി വരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം.